അപ്പം നത്തിങ് ഷുഡ് ഹാപ്പൻ എന്നുള്ളൊരു വാശിയുണ്ട് ചിലർക്ക്. നത്തിങ് അത് അങ്ങനെ നമുക്ക് ഒരിക്കലും വാശി പിടിക്കാൻ. നത്തിങ് ഷുഡ് ഹാപ്പൻ, എവറിത്തിങ് ഷുഡ് ബി പെർഫെക്റ്റ്ലി ഓക്കെ. അങ്ങനെ ഒരു പ്രീ ഫിക്സ്ഡ് ഐഡിയാസിലാണ് നമ്മുടെ അടുത്തേക്ക് ഒ പിയിലേക്ക് വരുന്നത്. ദിസ് ഈസ് എ നാച്ചുറൽ പ്രോസസ്സ്. അത് 0 to 100 ആണ്. ഇറ്റ് ഈസ് വെരി സ്മൂത്ത് ആയിട്ട് ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ചുമ്മാ അങ്ങനെ പ്രസവിച്ച് പോവുകയും ചെയ്യാം. പക്ഷേ യു ക്യാൻ ഗെറ്റ് ഇൻ ടു ദ മോസ്റ്റ് വേസ്റ്റ് ലൈഫ് ത്രെട്ടനിങ് സിറ്റുവേഷൻ ഓൾസോ. അപ്പോൾ അപ്പം നമ്മൾക്ക് എന്താ, നമ്മൾ ട്രൈ ഹൈ റിസ്ക് ആയി നോക്കുന്നത്. ഇതിപ്പോൾ പക്ഷേ ഈ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ അവർക്ക് എല്ലാവരും ഒരുപോലെയാണ്. പ്രീ ടേം ആണെന്നോ അൺകോംപ്ലിക്കേറ്റഡ് ആണെന്നോ കോംപ്ലിക്കേറ്റഡ്, എല്ലാവരും ഒരേ സ്റ്റീരിയോ ടൈപ്പിൽ ഇത് തന്നെ ചെയ്തിരിക്കണം, മറ്റേതായിരിക്കണം, അത് കഴിച്ചിരിക്കണം, കുളിച്ചിരിക്കണം. അപ്പോൾ അതിന് വ്യത്യാസമുണ്ട്. ഒരു ഡയബറ്റിക് ഒബീസ് പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ വൂണ്ട് എടുക്കുന്നവരെ നിങ്ങൾ ഓയിൽ ബാത്ത് ഒന്നും പാടില്ല എന്നൊക്കെ നമ്മൾ പറയും. എന്തായാലും പ്രഗ്നൻസി മെൻ്റലി, ഫിസിക്കലി, ഇമോഷണലി ഒരു ചാലഞ്ചിങ് എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ്, അതായത് പ്രഗ്നൻസി കൊണ്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന ചേഞ്ചസ് ബാക്ക് ടു നോർമൽ ഇൻ 6 weeks, 45 days ആണ്. ആ സമയത്ത് ഐ ഡോണ്ട് തിങ്ക് റെസ്റ്റ് കുറച്ചൊക്കെ നല്ലത് തന്നെയാണ്. ഇമോഷണൽ സപ്പോർട്ട് ഇത് പറഞ്ഞ പോലെ ഫീഡ് ചെയ്യണം, ബേബി ഇടയ്ക്കിടയ്ക്ക് എണീക്കും, സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവും, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ കരിയർ വിൽ കം ടു എ ഹോൾട്ട്, സ്റ്റഡീസ് വിൽ കം ടു എ ഹോൾട്ട്. ഇതൊക്കെ നമ്മുടെ ബാക്ക് ഓഫ് ദ മൈൻഡിന് നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഡെഫിനറ്റാണ്. പക്ഷേ മദർഹുഡ് ഒരു ബ്ലെസ്സിങ് ആണ്. അതിനെ എൻജോയ് ചെയ്യാൻ പഠിക്കണം. ഞാൻ എപ്പോഴും പറയുന്നതാണ്, ഇറ്റ് ഈസ് ടാക്സിങ്. പക്ഷേ അത് വെദർ യു ടേക്ക് ഇറ്റ്, അയ്യോ എനിക്ക് ഇനി എണീക്കണമല്ലോ എന്ന് പറഞ്ഞാൽ മൈ ബേബി ഈസ് ക്രൈങ്, ഐ ഹാവ് ടു ഫീഡ്, ആ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടുവന്നാൽ യു ക്യാൻ റിയലി എൻജോയ്. ബിക്കോസ് മോർ പോയിട്രീസ് ആർ റിട്ടൺ അബൌട്ട് മദർ ദാൻ ഫാദേഴ്സ്. ബിക്കോസ് ആ ജേർണി ടഫായതുകൊണ്ടാണ്. അപ്പോൾ ആ ജേർണി എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫാമിലിക്കും എല്ലാവർക്കും. പാലില്ല എന്ന് പറയുമ്പോൾ പാല് പ്രൊഡക്ഷൻ ഈസ് ഇമോഷണലി കണക്റ്റഡ്. ഇല്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, മന്ത്രം ചൊല്ലുന്ന പോലെ എനിക്ക് പാൽ കൊടുക്കാൻ പറ്റും, ഐ ക്യാൻ ഫീഡ് മൈ ബേബി. ആ 10 പ്രാവശ്യം നമ്മൾ പറഞ്ഞു തന്നാൽ തന്നെ അത് ഇമോഷണലി നമ്മൾ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ പാൽ പ്രൊഡക്ഷൻ മിൽക്ക് പ്രൊഡക്ഷൻ ഇമ്പ്രൂവ് ചെയ്യും. അതൊരു ഹാപ്പിനെസ് യു ഹാവ് ടു പേഴ്സു.